സഹായിക്കുന്നു. അതുപോലെ തന്നെ സാധാരണ ചികിത്സ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ഏത് ചികിത്സയാണെങ്കിലും ചികിത്സകൻ പൈസ വാങ്ങാറുണ്ട്. പക്ഷെ താങ്കളാകട്ടെ ഒരു പൈസ പോലും വാങ്ങാതെയാണ് ഇത് ചികിത്സിക്കുന്നത്. എന്താണ് അതിന്റെ ഒരു കാരണം? ഞാനിന്ന് ഇവിടെ ആയിരിക്കുന്നത്, എന്നെ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നത്, ജീവനോട് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുന്ന ചികിത്സയെ ഇന്ന് ഫീസ് പണത്തിന് വില കൊടുക്കാൻ പാടില്ല എന്നുള്ളൊരു ജീവിത വീക്ഷണത്തിൽ നിന്നാണ് കഴിഞ്ഞ 8 വർഷങ്ങളായിട്ട് ഞാൻ ചികിത്സിക്കുന്നു. ആരിൽ നിന്നും ഒരു പൈസയും വാങ്ങാതെ ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. പിന്നെയുള്ള ഈ ചികിത്സയുടെ വേറൊരു ദർശനം ഞങ്ങളുടെ സംഘത്തിൽ എല്ലാവർക്കും ഉള്ള ഒരു ദർശനമാണ്. ഈ പണം നമ്മുടെ ആരോഗ്യ മേഖല മറ്റു എല്ലാ മേഖലയും പോലെ കമ്പോളവൽക്കരിക്കപ്പെടുന്ന ഒരു മേഖല വരുമ്പം സാധാരണക്കാരന് ഒരു ചികിത്സ എന്ന് ലഭിക്കുക എന്ന് പറയുന്നത് വളരെയധികം ചെലവുള്ള ഒരു ചികിത്സാ രീതിയാണ്. അപ്പൊ ഈ അവസ്ഥയിൽ ഒരുവിധ ചെലവുകളുമില്ലാതെ ഇത് ഒരു ബദൽ ചികിത്സാ രീതിയായി കേരളത്തിലെ എല്ലാ വീടുകളിലും ഒരു വീട്ടിൽ ഒരു തെറാപ്പിസ്റ്റെങ്കിലും ഉണ്ടാകുന്ന രീതിയിൽ ഇതിനെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് അക്യുപങ്ക്ചർ ചികിത്സയിലൂടെ ഞങ്ങൾ ഇതിനെ അർത്ഥമാക്കുന്നത്. ഇപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ടാവും, എങ്ങനെയാണ് ഇതിന്റെ ഒരു ചികിത്സാ രീതി എന്ന്. ഇപ്പൊ താങ്കൾ എനിക്ക് വേണ്ടി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ലിംഫ് ഗ്ലാൻഡുകൾ സ്റ്റിമുലേറ്റ് ചെയ്യാൻ, നമ്മുടെ കൈയുടെ കുഴയുടെ ഈ പോർഷനിലുള്ള ലിംഫ് ഗ്ലാൻഡുകളെ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ഒരു 5-10 പ്രാവശ്യം നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യും. അതിനുശേഷം നമുക്കിപ്പോൾ തലച്ചോറുമായി ബന്ധപ്പെട്ട് തലവേദന ഉള്ള ഒരാളാണെങ്കിൽ ഈ പോയിന്റുകൾ നമ്മുടെ ബ്രെയിൻ പോയിന്റ്സ് വരും. അപ്പൊ ഈ പോയിന്റുകൾ നമ്മുടെ കൈയുടെ നഖം വെട്ടിക്കളഞ്ഞ ശേഷം നഖം കൊണ്ട് തന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ആ പോയിന്റുകൾ പ്രസ് ചെയ്യാം. അപ്പം ഈ പോർഷനിൽ കൈ വേദന എടുക്കുന്ന പോയിന്റുകൾ, ഇപ്പൊ നമ്മുടെ തലച്ചോറുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉറക്കക്കുറവോ അല്ലെങ്കിൽ ന്യൂറോ റിലേറ്റഡ് എന്തെങ്കിലും അസ്വസ്ഥ ഉള്ളവർക്ക് ഈ ചെയ്യുന്ന സ്ഥലത്ത് വരുമ്പോൾ നല്ല വേദന എടുക്കും. അപ്പം ഈ വേദന എടുക്കുന്ന സ്ഥലത്ത് നമ്മൾ കൃത്യമായിട്ട് ഈ കൈ എടുത്തു കഴിഞ്ഞാൽ ആ വേദന പോയി, ആ ഞെക്കുന്ന സ്ഥലത്ത് മാത്രമേ അവിടെ വേദന എടുക്കുള്ളൂ. അപ്പം അതേ സമയത്ത് വേറെ എവിടെയെങ്കിലും ഞെക്കി കഴിഞ്ഞാൽ വേദന ഉണ്ടാവണമെന്നില്ല. അപ്പം ആ പോയിന്റുകളിൽ നമ്മൾ ക്രമേണ കൃത്യമായിട്ട് റൗണ്ട് ചെയ്യാം. അപ്പൊ ഒരു സ്ഥലത്ത് ഒരു 3, 4, 5 തവണ നമ്മൾ പ്രസ് ചെയ്തതിന് ശേഷം നിർത്തിയിട്ട് വീണ്ടും ഒരേ പോയിന്റിൽ തന്നെ നമുക്ക് ആവർത്തിച്ച് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നല്ല പെയിൻ ഉണ്ടാവും അല്ലേ? അത് നിൽക്കുന്ന സമയത്ത് നല്ല വേദന. എനിക്കിപ്പോ നല്ല തലവേദനയുള്ള സമയമായിരുന്നു. എനിക്ക് തലവേദന ഉള്ളതുകൊണ്ടാണ് അവിടെ ആ ഒരു പരിധി കവിഞ്ഞ വേദന എടുക്കുന്നത്. അപ്പൊ ആ വേദന എടുക്കുന്ന കൃത്യമായിട്ട് ഞെക്കി ആ വേദന പൂർണ്ണമായി മാറിക്കഴിഞ്ഞാൽ തലവേദനയുടെ അസ്വസ്ഥ പൂർണ്ണമായി നമുക്ക് മാറ്റാൻ സാധിക്കും അല്ലേ? അപ്പൊ എനിക്ക് തോന്നുന്നു ചെറിയ ഇതിനൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് തലവേദനയുടെ കാര്യം പറഞ്ഞ് മൈഗ്രെയിൻ ഉള്ളവർ എല്ലാ വിരലുകളുടെയും ടിപ്പ് പോർഷൻസ്, ഇതിന്റെ ബാക്ക് പോർഷൻസ്, ഇതിന്റെ ഫ്രണ്ട് പോർഷൻ, എല്ലാ വിരലുകളുടെയും ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഞെക്കുന്ന സ്ഥലത്ത് നമുക്ക് വേദന എടുക്കും. ആ വേദന എടുക്കുന്ന പോർഷനിൽ ഞെക്കി ആ വേദന ക്രമേണ കുറയുന്നതനുസരിച്ച് അവിടുത്തെ അസുഖങ്ങൾ കുറയും. അസുഖങ്ങൾ പൂർണ്ണമായി മാറുമ്പോൾ ഇവിടെ നമുക്ക് വേദന ഉണ്ടാവില്ല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ സ്ത്രീകളെ പൊതുവെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് എനിക്ക് തോന്നുന്നത്, എല്ലാവരുടെയും പ്രശ്നമാണ് നടുവേദന അല്ലെ? അപ്പൊ അത് ബാക്ക് പെയിൻ റെപ്രസെന്റ് ചെയ്യുന്നത് ബാക്ക് പെയിൻ വരുമ്പോൾ നമ്മുടെ ഓരോ വിരലിലും നമ്മുടെ ശരീരമുണ്ടെന്ന സങ്കല്പത്തിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മുടെ ബാക്ക് സ്പൈനെ റെപ്രസെന്റ് ചെയ്യും. ഇത് നമ്മുടെ ഉച്ചി വരും, ഇത് ബാക്ക് ഇങ്ങനെ സ്പൈനിങ് വരും. അപ്പം ഇവിടെ സർവിക്കല്, തൊറാസിക്, ലംബാർ സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടം പോലെ ഇങ്ങോട്ടുള്ള പോർഷൻ, ഈ പോർഷനിൽ ഇങ്ങോട്ട് ഞെക്കി വരുമ്പോൾ ഈ ഞെക്കുന്ന സ്ഥലത്ത് നമുക്ക് ഷൂട്ടിംഗ് പെയിൻ കിട്ടും. ബാക്കിലല്ല, നമ്മുടെ വിരലിന്റെ ഇവിടെ. അപ്പൊ ഈ വേദന എടുക്കുന്ന പോർഷൻ എല്ലാ വിരലുകളുടെയും ഇത്രയും പോർഷൻസ്, ഈ പോർഷനിൽ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അസഹനീയമായ വേദന കിട്ടുന്ന സ്ഥലങ്ങൾ നോക്കുക. ആ സ്ഥലങ്ങളിൽ നമ്മൾ ഞെക്കി ഈ വേദന നമുക്ക് പോയാൽ നമ്മുടെ നടുവേദന മാറും. ഇപ്പൊ സാധാരണ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തായാലും വിമർശനങ്ങൾ ഉണ്ടാകാൻ പോകുന്നൊരു ചോദ്യം ഞാൻ ചോദിക്കാം. സ്വാഭാവികമായിട്ട് ഇതിന്റെ ഒരു ശാസ്ത്രീയ അടിത്തറയെ കുറിച്ച് സ്വാഭാവികമായിട്ടൊരു വിമർശനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഇതിന്റെ എല്ലാം റൂട്ട് കോസിനെ നമ്മൾ ചികിത്സിച്ച് മാറ്റുന്നുണ്ടോ? അപ്പൊ തലവേദനയാണെങ്കിൽ അതിന്റെ ഇതിപ്പോ ഇങ്ങനെ അമർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ തലവേദന മാറുന്നു, പക്ഷെ അതിന്റെ റൂട്ട് കോസ് മാറുന്നുണ്ടോ എന്നുള്ളൊരു സംശയം സ്വാഭാവികമായിട്ട് നിലനിൽക്കും. അതിനോട് താങ്കൾക്ക് എങ്ങനെയാണ് പ്രതികരിക്കാനുള്ളത്? പലപ്പോഴും സംഭവിക്കുന്നത് ഇപ്പൊ തലവേദന ഒരു 7-8 കാരണങ്ങൾ കൊണ്ട് വരും. ഇപ്പൊ നമുക്ക് മൈഗ്രെയിൻ ഉണ്ടെങ്കിൽ വരാം, സൈനസൈറ്റിസ് ഉണ്ടെങ്കിൽ വരാം, സ്റ്റൊമക് ഡിസോർഡർ ഉണ്ടെങ്കിൽ വരാം, സ്പോണ്ടിലോസിസ് ഉണ്ടെങ്കിൽ വരാം. അപ്പം തലവേദന ഉള്ള ആളിന് തലവേദന ഈ ഭാഗത്ത് നോക്കിയാൽ താൽക്കാലികമായ ആശ്വാസം ഉണ്ടാകുമെങ്കിലും ആളുടെ സ്പോണ്ടിലോസിസ് ഉള്ള ആളാണെങ്കിൽ റൂട്ട് കോസ് ആയിട്ടുള്ള കഴുത്തുമായി ബന്ധപ്പെട്ട പോർഷനിലെ അവിടുത്തെ അസ്വസ്ഥത നമ്മൾ നോക്കി ആ വേദന അവിടുത്തെ അസ്വസ്ഥത മാറ്റിയാൽ മാത്രമേ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകും. ഇപ്പൊ സ്റ്റൊമക് ഡിസോർഡർ ഉള്ള ആളെ സംബന്ധിച്ചിടത്തോളം സ്റ്റൊമക്ക് മാറിയെങ്കിൽ മാത്രമേ തലവേദന കേൾക്കി കഴിഞ്ഞാൽ കുറച്ചു നേരം ആശ്വാസം ഉണ്ടാകുകയുള്ളൂ. ഇപ്പൊ റൂട്ട് കോസിനുള്ള കാരണങ്ങളൂടെ കണ്ടുപിടിച്ച് അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ
അസുഖങ്ങളെ നമുക്ക് മാറ്റാൻ സാധിക്കും അല്ലേ? എന്തായാലും എനിക്ക് തോന്നുന്നു നമ്മുടെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഏകദേശം ഒരു അക്യുപ്രഷറിനെ കുറിച്ചൊരു ഐഡിയ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഏതായാലും താങ്കൾ വിചാരിക്കുന്ന പോലെ തന്നെ ഇപ്പോൾ കുട്ടികൾക്ക് സർവ്വശിക്ഷാ അഭിയാന്റെ കീഴിൽ ഇങ്ങനൊരു ചികിത്സാ രീതി തുടങ്ങിയിട്ടുണ്ട്. എല്ലാ കുട്ടികൾക്കും അത് പ്രയോജനപ്രദമാകട്ടെ. എല്ലാവിധ നന്മകളും. അക്യൂപ്രഷർ എന്ന ചികിത്സാ രീതിയെ കുറിച്ചായിരുന്നു ഇന്നത്തെ വനിത. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ വനിത? തീർച്ചയായും അത് ഞങ്ങൾക്ക് തുറന്നെഴുതുക. ഞങ്ങളുടെ വിലാസം ഇതാണ്: പ്രൊഡ്യൂസർ വനിത, മനോരമ ന്യൂസ്.